നമസ്കാരം. വരുന്ന ആഴ്ച നിഫ്റ്റിയുടെ ലെവൽസ് ആണ് പ്രധാനമായിട്ടും നമ്മൾ ഇവിടെ നോക്കുന്നത്. ഇനി അത് കൂടാതെ തന്നെ നിഫ്റ്റി കഴിഞ്ഞ ആഴ്ച കാര്യമായ ഒരു നേട്ടമൊന്നും ആർക്കും നൽകിയില്ല. ഏതാണ്ട് 0.83% മൈനസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. ബാക്കി സെക്ടർ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മിഡ് ക്യാപ്പ് മാത്രമാണ് ഏതാണ്ട് 0.24% പ്ലസ് ആയിട്ട് ക്ലോസ് ചെയ്തത്. ബാക്കി എല്ലാ ഇൻഡെക്സുകളും നെഗറ്റീവിലാണ് കഴിഞ്ഞ ദിവസം. മേജർ ആയിട്ടുള്ള ഇൻഡെക്സുകളെല്ലാം നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഇനി സെക്ടർ നോക്കുകയാണെങ്കിൽ സെക്ടറുകളിൽ പ്രധാനമായിട്ടും കൺസ്യൂമർ മീഡിയ ഫാർമ ഈ സെക്ടറുകളാണ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തത്. ഇനി പ്രധാനമായിട്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണുന്നുണ്ട്. നിഫ്റ്റി ഏതാണ്ട് 24,792 വരെ പോയതിനു ശേഷം തുടർച്ചയായിട്ട് താഴേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ എന്നിട്ടാണ് ഏകദേശം 24,366 കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തത്. ഈ ഏതാണ്ട് 5,115ഓളം കമ്പനികൾ റിസൾട്ട് പബ്ലിഷ് ചെയ്തു. ആ പബ്ലിഷ് ചെയ്തതിൽ 2,461 പോസിറ്റീവായിട്ടും ഏതാണ്ട് 202 കമ്പനികൾ നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. റവന്യൂ ഏതാണ്ട് 21%, നെറ്റ് പ്രോഫിറ്റ് ഏതാണ്ട് 10%ആണ് ഗ്രോത്ത് കാണിക്കുന്നത്. ഇനി മുമ്പിലത്തെ ക്വാർട്ടറിൽ 10-12% ആയിരുന്നു റവന്യൂ ഗ്രോത്ത് കാണിച്ചിരിക്കുന്നത്. 7% പ്രോഫിറ്റ് ഗ്രോത്തും ആയിരുന്നു കാണിച്ചിരിക്കുന്നത്. ഇനി വരുന്ന ആഴ്ചകളിൽ കാര്യമായി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സംഭവങ്ങളൊന്നുമില്ല. ഒന്ന് FOMC മിനിറ്റ്സ്, പിന്നെ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് $90 മുകളിലേക്ക് പോയാൽ അതിന്റെ ഒരു റിസ്ക്, പിന്നെ ഇന്ത്യയിലെയും പല രാജ്യങ്ങളിലെയും PMI ഡേറ്റയും മാത്രമാണ് അടുത്ത ആഴ്ച ഉള്ളത്. വീണ്ടും കൺസോൾട്ടേറ്റ് ചെയ്യാൻ തന്നെയാണ് മാർക്കറ്റിലെ സാധ്യത. ഇനി നമ്മളൊരു വീക്കിലി മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം 24,700 ലെവലുകളിലെ ഒരു റെസിസ്റ്റൻസ്, 792 ലെവലിലെ റെസിസ്റ്റൻസ്, സപ്പോർട്ട് ഒരു 24,188, ഏതാണ്ട് 50-ഡേ സിമ്പിൾ മൂവിംഗ് ആവറേജ് ഒക്കെ ആ ലെവലിലാണ്. അപ്പോൾ ആ ലെവൽ ഒരു സപ്പോർട്ടായിട്ട് നിൽക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇനി മറ്റ് തിങ്കളാഴ്ചത്തെ ഒക്കെ ലെവൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ടൈറ്റ് റേഞ്ചിൽ തന്നെയാണ് നമ്മൾ നോക്കുന്നത്. ഒരു സ്ലോപ്പ് പോലെ, ഒരു പൈപ്പിൽ കൂടെ പോകുന്ന പോലെയാണ് മാർക്കറ്റ് വരുന്നത്. മുകളിലോട്ട് അടുത്തടുത്ത് ലെവലുകളിൽ റെസിസ്റ്റൻസും കാണുന്നുണ്ട്. ഇപ്പോൾ താഴെ നമ്മളൊരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ഉണ്ട്. ആ സപ്പോർട്ടിന് അടുത്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് മാർക്കറ്റ്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു മൂവിംഗ് ആവറേജിന്റെ ബേസിലൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു 20-ഡേ മൂവിംഗ് ആവറേജ് 24,360 വരുന്നുണ്ട്. ഒരു 50-ഡേ EMA നോക്കുകയാണെങ്കിൽ 24,188 വരുന്നുണ്ട്. 50-ഡേ സിമ്പിൾ മൂവിംഗ് ആവറേജ് 24,084 വരുന്നത്. ഇനി റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 26,615 ആ ലെവലാണ് ഏറ്റവും അടുത്ത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അതിന് മുകളിൽ 24,730 ലെവലാണ് റെസിസ്റ്റൻസ് ഉള്ളത്. ഇനി നമ്മൾ മൺഡേയിലെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ മൺഡേയിൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം സപ്പോർട്ടായിട്ട് കാണുന്ന 24,298 ലെവല്, 24,260 ലെവല്, 24,188 ലെവലിലാണ് സപ്പോർട്ട് കാണുന്നത്. അത് കൂടാതെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രൈം മിനിസ്റ്ററുടെ സ്പീച്ചിൽ കുറെ സെക്ടറുകൾക്കൊക്കെ പോസിറ്റീവായിട്ട് പറയുന്നുണ്ട്. ഡിഫൻസ്, സെമികണ്ടക്ടർ, ഗ്രീൻ എനർജി, അതുപോലെ അഗ്രികൾച്ചർ, അങ്ങനത്തെ ചില സെക്ടറുകൾക്ക് പോസിറ്റീവായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിന്റെയും ഗ്ലോബൽ മാർക്കറ്റിന്റെ സപ്പോർട്ടോടുകൂടി വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം 24,400 ലെവല്, 24,477 ലെവല് ഒക്കെ ഒരു മൺഡേ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. വളരെ നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് വന്നെങ്കിൽ മാത്രമേ നമുക്ക് 500 മുകളിലേക്കൊക്കെ പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അനാലിസിസുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുക. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു നിരീക്ഷണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ അല്ല. നിങ്ങൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ കൺസൾട്ടന്റിനോട് ചോദിച്ചിട്ട് മാത്രമേ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറോട് ചോദിച്ചിട്ട് മാത്രമേ ഒരു ഡിസിഷൻ എടുക്കാവുള്ളൂ. ഞാൻ എൻ്റെ ഒരു അനാലിസിസ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. താങ്ക് യു.